2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു. വളരെ അപ്രതീക്ഷിതമായ ഒരു അവസ്ഥയിലാണ് തോന്നിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തകർച്ചയുണ്ടായത് ഈ തിരഞ്ഞെടുപ്പിൽ. അങ്ങനെ സംഭവിക്കുമെന്നൊരിക്കലും കരുതിയിട്ടില്ല. കാരണം ഈ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മുന്നണിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയില്ല എന്ന ഒരു വിമർശനമോ പരാതികളോ ജനങ്ങൾക്ക് പൊതുവെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഗവൺമെൻറ് വിരുദ്ധ നിലപാട് പൊതുവെ ഉണ്ടായി എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ഗവൺമെൻറ് വിരുദ്ധ വികാരമുണ്ടായി എന്നോ ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു തിരഞ്ഞെടുപ്പ് കാലഘട്ടം. എന്നാൽ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ഇടതുപക്ഷത്തിന് വലിയ കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. അതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന പലതും ചെയ്തു. നാട്ടിൻ്റെ വികസന കാര്യങ്ങളിൽ വളരെയേറെ താല്പര്യമെടുത്തു. ദേശീയ തലത്തിൽ തന്നെ പല മേഖലകളിലും കേരളം 1ാം സ്ഥാനത്താണ് എന്ന അവസ്ഥ കൈവരിക്കാൻ നമുക്കായി. അങ്ങനെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിലും ജനങ്ങൾക്ക് എവിടെയോ ചില അസംതൃപ്തി ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് ഇപ്പോൾ UDF വിജയിച്ച പല മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളടക്കം ഇന്ന് UDF വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ UDFൻ്റെ പിന്തുണ കൊണ്ടുണ്ടായ ഒരു വിജയമല്ലത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ജനവിഭാഗത്തിലെ ഒരു വിഭാഗത്തിൻ്റെ അസംതൃപ്തി കൂടി ഇതിനൊരു കാരണമാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെങ്കിൽ പാർട്ടി അണികളിൽ നിന്ന് തന്നെയുള്ളൊരു എതിർപ്പ് പൊതുവെ ഉണ്ടായിട്ടുണ്ടാവാനാണ് സാധ്യതയുള്ളത്. അതാണ് പാർട്ടികൾ പരിശോധിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ പാർട്ടികളുടെയോ പ്രവർത്തന രീതികളിൽ, സമീപനങ്ങളിൽ ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടോ എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്തേണ്ടതുണ്ട്. അതല്ലാതെ ഉപരിതലത്തിൽ മാത്രം ഒരു പരിശോധന കൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ കഴിയില്ല. ഞങ്ങളുടെ പാർട്ടി നാളെയും മറ്റന്നാളും യോഗം കൂടുന്നുണ്ട്. വിശദമായി പരിശോധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. CPM അടിയന്തരമായിട്ട് യോഗം കൂടി അവരുടെ കാര്യങ്ങൾ പരിശോധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പരാജയം നേരിടേണ്ടി വന്നത്? ഇപ്പോൾ വിമതന്മാരായി ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ആളുകൾ പലരും ജയിച്ചു. ആലപ്പുഴയിൽ സുധാകരൻ ജയിച്ചു. കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിക്കണ്ണനും അതുപോലെ തന്നെ ആരാണ് മറ്റൊരു മാഷും അവിടെ ജയിക്കുകയുണ്ടായി. അവരൊക്കെ തന്നെ വിമതന്മാരായി പാർട്ടിയുടെ ഇപ്പോൾ ഉള്ള നിലപാടുകളിൽ വിമർശനം ഉന്നയിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നവരാണ് അവർ. അപ്പോൾ പാർട്ടി അണികൾ തന്നെയാണ് അവർ വിജയിപ്പിച്ചിട്ടുള്ളത്. പിന്നെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ ഉള്ള കാലങ്ങളിലുമൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് അന്തിമ വിജയിക്കാനായിരിക്കണം സ്ഥാനാർത്ഥി നിർണ്ണയിക്കേണ്ടത്. വിജയപ്രതീക്ഷകൾക്ക് അനുസരിച്ചുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം. അല്ലാണ്ട് നോംസ് നിശ്ചയിക്കുകയും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ആളെ തീരുമാനിക്കുകയും ചെയ്യുന്ന രീതി അവലംബിക്കരുത്. ചില സീറ്റുകൾ നഷ്ടപ്പെടാനിടയായതിൽ അതും ഒരു കാരണമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ തന്നെ 27 മണ്ഡലങ്ങളാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടായിരുന്നത്. അതിൽ 8 എണ്ണമാണ് ജയിച്ചത്. അപ്പോൾ എത്ര സീറ്റാ മതി? 27-ൽ 8 എണ്ണം ജയിച്ചു എന്ന് പറഞ്ഞാൽ 19 എണ്ണം തോറ്റു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 17 MLA-മാരുണ്ടായിരുന്നു. ആ 17-ൽ ഇപ്രാവശ്യം ഉള്ളത് 8 എണ്ണമാണ്. അപ്പോൾ ഒരുപാട് പരാജയങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. നിസ്സാര വോട്ടിനാണ് ചില സീറ്റുകളൊക്കെ പോയത്. അതിൽ സ്ഥാനാർത്ഥികൾ
ഓരോ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടോ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ, പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ? വസ്തുനിഷ്ഠമായി പരിശോധിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.